എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പാലസ്തീൻ അതിനോടനുബന്ധിച്ച് ലോകത്ത് നടക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ചാനലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇസ്രയേലിൻ്റെ പുതിയൊരു വാർ ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. വെസ്റ്റ് ബാങ്കിലേക്കുള്ള ആക്രമണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ഡിസ്കഷൻ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇന്നതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ഞാനതിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേൽ മിനിസ്ട്രി, അവരുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞത് അതൊരു യുദ്ധമായിട്ട് തന്നെയാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെതിരെയുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അവിടേക്ക് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയുണ്ടായി. ഇസ്രയേൽ മിലിറ്ററി അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും അവിടെ ചില തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിരുന്നതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഈ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്നതായിട്ടുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ഇറാൻ്റെ പ്രോക്സി ആണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിലും ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള സാഹചര്യവും ഇറാൻ പ്രോക്സികൾ തന്നെയാണ് അവിടെയും ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില നാളുകളായിട്ട് നമുക്കറിയാം, ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഇസ്രയേൽ ഗാസയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ നാളുകളായിട്ട് വെസ്റ്റ് ബാങ്കിൽ നിന്നും മറ്റുള്ള ആക്രമണങ്ങളൊന്നും ഉള്ള ഒരവസ്ഥയല്ലായിരുന്നു. നമുക്കറിയാം, അവിടെ വെസ്റ്റ് ബാങ്ക് ഏരിയ ഭരിക്കുന്നത് ഹമാസ് അല്ല, അവിടെ ഭരിക്കുന്നത് ഫത്വ പാർട്ടിയാണ്. ഈ ഫത്വ പാർട്ടിയും ഹമാസും തമ്മിൽ ബദ്ധശത്രുക്കളാണ് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹമാസിൻ്റെ പ്രത്യേകിച്ച് വലിയൊരു സ്വാധീനമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു വെസ്റ്റ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരായിട്ട് വലിയൊരു ആക്രമണങ്ങളൊന്നും അവിടെ നിന്നും കഴിഞ്ഞ നാളുകളായിട്ട് അവിടുന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഗാസയിൽ നിന്നായിരുന്നു ഇസ്രയേലിന് ഏറ്റവും വലുതായിട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗാസയിലെ ഈ ആക്രമണം ഒരു വർഷമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഹമാസിൻ്റെ ഏതാണ്ട് ശക്തിയൊക്കെ ക്ഷയിച്ചതായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ന്യൂസ്, ഹമാസിൻ്റെ 80% റാഫേലെ ടണലുകൾ ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഈ ടണൽ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത്. അതിൽ 80% റാഫേലെ ഇസ്രയേൽ ഓൾറെഡി ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും ബാക്കിയുള്ളതും അവർ ഓൺ പ്രോസസ്സിലാണ്. അവരെ അധികം താമസിക്കാതെ തന്നെ ചില വരുന്ന മാസങ്ങളിലെ ആഴ്ചകളിലൊക്കെ തന്നെ അവരതും നശിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇസ്രയേൽ ഒരു സമ്പൂർണ്ണ വിജയത്തിലേക്ക് തന്നെയാണ് ഗാസയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹമാസിന് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുവാനില്ല. അവരുടെ ഏതാണ്ട് ഒട്ടുമിക്ക ടോപ്പ് ഒഫീഷ്യൽസും ഇതിനോടകം തന്നെ ഇസ്രയേലിനാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ കമാൻഡേഴ്സ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇസ്രയേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഒന്നിച്ചു കൂടി ഒരു ബ്രിഗേഡായിട്ടോ ഒന്നും ആക്രമണം നടത്തുവാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് വളരെ ആയുധക്ഷാമം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിൻ്റെ അതിർത്തി ഇസ്രയേൽ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഈജിപ്തിൻ്റെ ബോർഡറിൽ കൂടെ അതിനടിയിൽ കൂടിയുള്ള ടണൽ വഴിയായിരുന്നു ഇറാനിൽ നിന്നുള്ള ഈ സ്മഗ്ലിംഗ് ആയുധങ്ങളൊക്കെ കടത്തിക്കൊണ്ട് വന്നിരുന്നത്. ആ റൂട്ട് ഈ ഇസ്രയേൽ അടച്ചതോടുകൂടി ഇവർക്ക് ആയുധങ്ങളോ പണമോ മറ്റു സൗകര്യങ്ങളോ ലഭിക്കാതെ ഇവർ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഒന്നിച്ച് കൂടുവാൻ സാധിക്കുന്നില്ല. അവരെവിടെ കൂടിയാലും ഇസ്രയേൽ മിലിറ്ററി ഇൻ്റലിജൻസ് അത് കാണുകയും അവരെ കൊന്നു തള്ളുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സൂയിസൈഡ് ബോംബിങ്, അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കുള്ള ചാവേർ ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും എത്രത്തോളം ഫലവത്തായിട്ടൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അവർക്ക്. എന്നാൽ ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു സംഭവം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ഇറാൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു ഹമാസ് എന്നുള്ളത്. ആ ഹമാസിനെയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന് ഇസ്രയേലിനെതിരെ മറ്റൊരു മുഖം അല്ലെങ്കിൽ മറ്റൊരു ഫ്രണ്ട് വാർ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗാസയിൽ നിന്നുമുള്ളതായിട്ടുള്ള ഈ ഹമാസ് തീവ്രവാദികൾ, ബാക്കിയുള്ളതായിട്ടുള്ള പല ഹമാസ് തീവ്രവാദികളും അവരുടെ നേതാക്കളും ഒക്കെ ഈ വെസ്റ്റ് ബാങ്കിലേക്ക് അവർ മൂവ് ചെയ്തിരിക്കുകയാണ്.
അത് ഇസ്രയേൽ ഇൻ്റലിജൻസ് മനസ്സിലാക്കിയിട്ട്, അതുപോലെ തന്നെ അവിടെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ചില ജിഹാദി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇറാനെ ആക്ടിവേറ്റ് ചെയ്ത്, കഴിഞ്ഞ വീഡിയോയിൽ അത് പറയുകയുണ്ടായി, അവർ ആക്ടിവേറ്റ് ചെയ്ത് ഇറാനെതിരെ ഹമാസിന് പകരമായിട്ട് അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള ഇസ്രയേൽ ഇനിയും ഇങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും അവർക്ക് ഭാവിയിൽ ഉണ്ടാകരുതെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ വെസ്റ്റ് ബാങ്കിലേക്ക് കഴിഞ്ഞ ദിവസം നീങ്ങിയത്. എന്നാൽ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസും ഇസ്രയേലും ശരിയായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അവരവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഒരു റെയ്ഡിൽ ഒരു മോസ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, മോസ്ക് അവരെ ഒരു കമാൻഡിങ് സെൻ്ററായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ക്യാമറകളൊക്കെ വെച്ച് ഇസ്രയേൽ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റൊക്കെ മനസ്സിലാക്കുവാനും അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുവാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ മോസ്ക് ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള സ്കൂളുകളെ, മോസ്കുകളെ, അഭയാർത്ഥി ക്യാമ്പുകൾ, ഇതൊക്കെയാണ് ഇവർ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ വാർത്തകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടത്തി, മോസ്കിൽ ആക്രമണം നടത്തി. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് മറ്റ് യാതൊരു ചോയ്സുമില്ല. അത് നശിപ്പിച്ച് കളയുക, അവരെ കൊന്നുകളയുവാൻ വേണ്ടി അവിടെ ആക്രമണം നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഈ മോസ്കിൽ നിന്നാണ് ചില ഭീകരരെ കൊല്ലുവാനും അവിടെ നിന്നും ഈ സെൻറ്റർ നശിപ്പിക്കുവാനും ഒക്കെ അവർക്ക് കാരണമായി തീർന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ വെസ്റ്റ് ബാങ്കിലെ ജനീനിലുള്ള ആക്രമണത്തിൽ ഈ ഹമാസിൻ്റെ ഒരു ടോപ്പ് കമാൻഡർ ആയിരിക്കുന്നതായിട്ടുള്ള വസീം ഹസം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഇസ്രയേൽ മിലിറ്ററി കൊല്ലുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തതുപോലെ തന്നെ ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഈ ഗാസയിൽ നിന്നും ഈ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗാസയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഇവർ ഇങ്ങോട്ട് മാറുന്നുണ്ട്, ഈ വെസ്റ്റ് ബാങ്കിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ആക്രമിക്കുകയും ഈ ഒരു ടോപ്പ് കമാൻഡറെ കൊല്ലുവാനും ഇടയായത്. അതുപോലെ തന്നെ നമുക്ക് ഹമാസിൻ്റെ ആ ഒരു നിരാശ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ സ്പോക്ക് പേഴ്സൺ കഴിഞ്ഞ ദിവസം ഖത്തറിലിരുന്നു കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഇസ്രയേലിനെതിരെ ചാവേർ ആക്രമണം നടത്തണം. കാരണം മറ്റൊന്നും അവർക്ക് ഇനിയിപ്പം ചെയ്യുവാനില്ല. അവിടെ നിന്നും ചാവേർ ആക്രമണം, നിങ്ങൾ ഓരോരുത്തരും തന്നെത്താൻ ചാകുവാൻ റെഡിയാകണം. ആ കൂട്ടത്തിൽ നിങ്ങൾ പോയി ഇസ്രയേൽ ആളുകളുടെ ഇടയിൽ പോയി പൊട്ടിത്തെറിക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാകും, അവർക്ക് അവരുടെ ആ നിരാശ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രയേൽ ഇന്നലെ ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നും അവർ ജനീൻ ഏരിയയിൽ നിന്നൊക്കെ അവർ പിൻവലിഞ്ഞിരിക്കുകയാണ്. കാരണം അവർ പോയ ആ മിഷൻ അവർ ചെയ്തിട്ടാണ് അവർ പിന്മാറിയിരിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏത് നിമിഷവും വീണ്ടും വരും. അത് ഹമാസിനും അവിടെയുള്ളതായിട്ടുള്ള മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒന്നിച്ചു കൂടി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ വന്ന് നിങ്ങളെ നശിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രയേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിലും രസകരമായിട്ടുള്ള കാര്യം, ഇത്രയും തെളിവുകളൊക്കെ വന്നിട്ടും UN കഴിഞ്ഞ ദിവസം ഈ വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തെ ശക്തമായിട്ട് അപലപിക്കുകയും UN സെക്രട്ടറി, നമുക്കറിയാം പലപ്പോഴും ഇസ്രയേലിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരമെന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇദ്ദേഹം പറഞ്ഞത്, അനാവശ്യമായിട്ട് ഇസ്രയേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നത്, ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ലോകത്തിന് എന്ത് തെളിവാണ് വേണ്ടത്? ഇത് അനാവശ്യമാണോ? ഈ തീവ്രവാദികളൊക്കെയും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ അവരത് അനുവദിച്ചു കൊടുക്കണമോ? എന്താണ് ലോകം ഉദ്ദേശിക്കുന്നത്, എന്താണ് UN ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒരു വിധത്തിലും മനസ്സിലാകില്ല. കാരണം നമ്മൾ പലപ്പോഴും ഓർത്തതുള്ള പോലെ തന്നെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൻ്റെ വലിപ്പമുള്ളതായിട്ടുള്ള ഇസ്രയേലിനെതിരെ UN പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷൻ
ഏതാണ്ട് ലോകത്തെ ഏതൊരു രാജ്യത്തിനും എതിരായിട്ട് പാസ്സാക്കിയതിനും ഇരട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ഈ UN ഒക്കെ എതിർപ്പ് എത്രത്തോളം ഇസ്രയേലിനോടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറാനോടോ അല്ലെങ്കിൽ കൊറിയയോടോ റഷ്യയോടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നതായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ ഒന്നും UN റെസൊല്യൂഷൻ ഇങ്ങനെ പാസ്സാക്കിയിട്ടില്ല. എന്നാൽ ഈ ഇസ്രയേൽ ജനാധിപത്യമുള്ളതായിട്ടുള്ള ഇസ്രയേലിനെതിരായിട്ട് ലോകത്തൊരു രാജ്യത്തിനും എതിരായിട്ട് പാസ്സാക്കാത്ത അധികം ഈ റെസൊല്യൂഷനാണ് ഇവിടെ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അവരുടെ മെൻറ്റാലിറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം, ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം UN ഇടപെടലുകളും അവരുടെ പല കമൻറ്റുകളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ഇസ്രയേലിനെതിരാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തു തന്നെയായാലും ഇസ്രയേൽ ഇതൊന്നും ഗൗനിക്കാതെ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും ഒടുവിൽ വന്നതായിട്ടുള്ള റിപ്പോർട്ട്, ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കാതെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോവുകയില്ല, അതിനെന്ത് വില കൊടുത്താലും ഞങ്ങൾ ആ രീതിയിൽ തന്നെ അത് ആക്രമണം നടത്തും, ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കും എന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അത് ഇറാനോട് നേരിട്ട് തന്നെ ഇസ്രയേൽ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇസ്രയേലിൻ്റെ റെയ്ഡുകളും ആക്രമണങ്ങളും ഒക്കെ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വാർത്തകളുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ അവിടെയും രേഖപ്പെടുത്തേണ്ടതാണ്. ആ വിഷയങ്ങളൊക്കെ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനിയും വീണ്ടും ഒരു പ്രാവശ്യം കൂടി പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.